fritters. These are blueberry muffins. And these are homemade brownies made with sweet potato and cacao powder. Let's eat snacks. This is the inside. Good. Tastes very good. Now we're gonna eat the brownies. They don't have much sugar in them, so we are gonna dip them in the honey. It tastes much better. Yeah. Try the inside. ഇനി നമുക്ക് പഴംപൊരിയും കട്ടൻ ചായയും തിന്നാം. Let's do cooking. ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലൂബെറി മഫിനാണ്. അതിന് സെൽഫ് റൈസിങ് ഫ്ലോറും ബ്ലാഞ്ച്ഡ് ആൽമണ്ട് ഫ്ലോറും സെയിം എമൗണ്ട് എടുക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പാണ്. ഇതിലേക്ക് പുളിയില്ലാത്ത യോഗേർട്ടും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്യണം. ഇതൊരു ബാറ്റർ ആകുന്നവരെ നമുക്ക് യോഗേർട്ട് ചേർക്കാം, അതിന് അളവൊന്നുമില്ല. പിന്നെ 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. മുട്ട വേണമെങ്കിൽ സെപ്പറേറ്റ് ഹാൻഡ് മിക്സർ കൊണ്ട് ബീറ്റ് ചെയ്ത് ചേർക്കാം. ഞാൻ പക്ഷേ ഇതെല്ലാം കൂടിയാണ് മിക്സ് ചെയ്തത്. ഇനി ഈ ബാറ്റർ പ്രീ ഗ്രീസ് ചെയ്ത മഫിൻ ട്രേയിൽ കോരിയിടുക. പിന്നെ ഒരു 2-3 ബ്ലൂബെറീസും അതിലിടുക. ഗ്യാസ് അവനിൽ 180 ഡിഗ്രി 20 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സ്നാക്ക് സ്വീറ്റ് പൊട്ടറ്റോ ബ്രൗണിയാണ്. ഇത് ഞാനൊരു ഇൻസ്റ്റ പേജിൽ കണ്ടാണ്. ഇതിനു വേണ്ടി സ്വീറ്റ് പൊട്ടറ്റോ സ്റ്റീം ചെയ്ത് മാഷ് ചെയ്ത് 1 കപ്പ്, സെൽഫ് റൈസിങ് ഫ്ലോർ ഞാൻ ഹാഫ് കപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ എനിക്ക് തോന്നുന്നു സ്വീറ്റ് പൊട്ടറ്റോ മാഷ് ചെയ്തതും സെൽഫ് റൈസിങ് ഫ്ലോറും സെയിം എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ബ്രൗണി കുറച്ചും കൂടി സോഫ്റ്റ് ആകും. പിന്നെ 2 eggs, 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ, പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിന് ഷുഗറും ആവശ്യത്തിന് സോൾട്ടും, ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്യാൻ നോക്കി, പക്ഷെ ബ്ലെൻഡ് ആയില്ല. അപ്പം ഞാനത് എല്ലാം കൂടി ഒരു ഹാൻഡ് മിക്സറിലാണ് മിക്സ് ചെയ്തത്. പിന്നെ ഈ ബാറ്റർ ഒരു പ്രീ ഗ്രീസ് ചെയ്ത ബട്ടർ കൊണ്ട് ഗ്രീസ് ചെയ്ത ബേക്കിംഗ് ട്രേയിൽ ഒഴിച്ച് 180 ഡിഗ്രി സെൽഷ്യസിൽ 20 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. നെക്സ്റ്റ് സ്നാക്ക് പഴംപൊരിയാണ്. ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന സ്നാക്ക് തന്നെയാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് റൈസിങ് ഫ്ലോറും അയമോദകം, മഞ്ഞൾപ്പൊടി, എള്ള്, ഉപ്പ്, പഞ്ചസാര ഇതെല്ലാം കൂടി എടുത്ത് ഒരു ബാറ്റർ ഉണ്ടാക്കി പഴം വളരെ തിന്നായിട്ട് സ്ലൈസായിട്ട് മുറിച്ച് മുക്കി പൊരിച്ചെടുക്കുക.